ഇങ്ങനെ കാലുമൊക്കെ എടുത്തിട്ട് ആട്ടിക്കൊടുത്ത കിച്ചാപ്പി പെട്ടെന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ ചില ദിവസങ്ങളിൽ ചില സ്വഭാവവും, എന്നാലും മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഉറങ്ങാറുണ്ട് കേട്ടോ. ഇട്ടിട്ട് കുലുക്കിട്ട് ഇങ്ങനെ നടത്ത പിന്നെ ഈ അങ്ങനെ നടക്കണ്ട ഒരു പെണ്ണെ. അപ്പൊ ഞാൻ എത്ര ആട്ടിയിട്ടോ അവ അങ്ങോട്ട് ഉറങ്ങണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അമ്മ അവനെ എടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആദർശമായിട്ട് എത്തി. ചേട്ടൻ എറണാകുളത്തായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ അങ്ങോട്ട് എത്തിയിട്ട് അച്ഛൻ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഒരു ട്രെയിൻ മിസ്സായി. ഇപ്പൊ നമ്മുടെ വടക്കാഞ്ചേരിക്ക് എപ്പോഴും ട്രെയിൻ ഇല്ല കേട്ടോ. അപ്പൊ ചേട്ടൻ തൃശ്ശൂർക്ക് ട്രെയിൻ കയറിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് അത്താണിക്ക് എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ അച്ഛൻ കൂട്ടി പോകുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്നിട്ട് ബേഗും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനിട്ടാ. കിച്ചപ്പൻ അമ്മ ഉറങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടിയിട്ടുണ്ടായിട്ടാ. പക്ഷെ മൂപ്പര് ഉറങ്ങിയിട്ടില്ല. അവന് കളിക്കേണ്ട ഒരു ഇതിലായിരുന്നു. എന്നിട്ട് ഉറക്കാൻ നോക്കുമ്പോഴൊന്നും ആൾ ഉറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്നിട്ട് ഉണ്ണീനെ കളിപ്പിക്കാനായിട്ട് എടുത്തൊന്നും ചെയ്തില്ല. എന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ പുറത്തൊന്നും കഴിക്കാൻ പറ്റില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു. അത് കാരണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ എന്താ ഉണക്കമീൻ വറുത്തത്, മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് ഇഷ്ടമാണ്. വിശപ്പ് കാരണം കുളിക്കാനുള്ള ക്ഷമ പോലും മാതൃശ്ശേന ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നേരെ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അമ്മ നമ്മുടെ കിച്ചനെ ഇത് ആട്ടി ഉറക്കുന്നുണ്ട്. മൂപ്പർക്ക് നല്ല പാട്ടുകളൊന്നും ഇഷ്ടമല്ല, വായ തോന്നിയ പാട്ടോട് പാടിയാൽ മാത്രമാണ് ആൾക്ക് ഉറങ്ങാൻ ഇഷ്ടട്ടോ. അമ്മമ്മ ഇത് ആദർശേട്ടന് മാങ്ങയൊക്കെ ചെത്തി വെക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇത് എന്റെയും കിച്ചപ്പനും ഫോട്ടോ ആദർശേട്ടന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ചേട്ടന് ഞാൻ മുന്നേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളൊന്നും മിണ്ടിയില്ല കേട്ടോ. എന്റെ മുഖച്ചായി ആദർശേന്റെ ഇഷ്ടം ആദർശേന്റെ മുഖച്ചായി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടോ. അപ്പൊ അമ്മ ഇത് ഉണ്ണീനെ തുടച്ചു കൊടുത്തു. പിന്നെ അമ്മമ്മ ചെത്തിയ മാങ്ങയൊക്കെ ഞാൻ ആദർശേന്റെ കൊണ്ടുകൊടുത്തുട്ടാ. അങ്ങനെ നമ്മുടെ കിച്ചപ്പൻ വീണ്ടും ഛർദ്ദിച്ചപ്പോഴാണ് അമ്മ തുടച്ചു കൊടുത്തേട്ടോ. അങ്ങനെ അവന് വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി. അങ്ങനെ പിന്നെ അവൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ആദർശേന്റെ വർത്താനൊക്കെ പറഞ്ഞ് മാങ്ങയൊക്കെ ഇരുന്ന് കഴിച്ച്. പിന്നെ ഇതേ അച്ഛന്റെ മേത്ത് മോങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ മേത്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ആദർശേന്റെ അച്ഛൻ ഇങ്ങനെ കിരീടിച്ചോണ്ടേ നിൽക്കൂട്ടോ. അതിനെ വയറുമ്പോ കെടുത്തിട്ട് ശ്വാസം വിട്ടിട്ട് ഇങ്ങനെ പൊക്കതാത്ത ചെയ്യായിരുന്നു കേട്ടോ. ആദർശേട്ടനെ മക്കളേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവറ്റേനിട്ട് വെറുപ്പിക്കാൻ ആദർശേട്ടൻ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിരീടിച്ചിട്ട് അവനെ അങ്ങനെ വെറുപ്പിച്ചോണ്ടേ നിൽക്കൂട്ടാ. ഇതിപ്പോ 4 ദിവസം കാണാത്ത എന്റെ സ്നേഹപ്രകടനം ആട്ടതൊക്കെ കാണുന്നത്. ഓൾറെഡി എന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് അടഞ്ഞ സൗണ്ടാണ്. ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്റെ മൂക്ക് ശരിക്കും അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴാണ് എത്തിക്ക് കൂടിയിട്ട് നാളെ രാവിലെ ആദർശേട്ടൻ നേരത്തെ വർക്കിന് പോകണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.